പിണറായി വിജയൻ പോലീസ് തെളിവുകൾ സഹിതം പുറത്തുവിട്ടു കഴിഞ്ഞു. മറ്റൊന്നുമല്ല, പോലീസ് സ്ഥാപിക്കുന്നത് മന്ത്രി വീണ ജോർജ് പേരുംകളി തന്നെയാണ്. നിരപരാധികളായ വിദ്യാർത്ഥികളെ ജയിലിൽ അടച്ചിട്ടിരിക്കുകയാണെന്നും പിന്നിൽ സംസ്ഥാന സർക്കാരാണെന്നും പോലീസ് വിളിച്ചു പറയുന്നുണ്ട്. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനെ മർദ്ദിച്ചുവെന്നും അടിച്ചുവെന്നും ചൂണ്ടിക്കാട്ടിയാണ് നിരപരാധികളായ KSU വിദ്യാർത്ഥികളെ അകത്താക്കിയിരിക്കുന്നത്. ഈ കേസിലാണ് KSU കുട്ടികൾക്കെതിരെ തെളിവില്ലെന്ന് പോലീസ് തുറന്നു സമ്മതിക്കുന്നത്. പ്രതികളുമായി തെളിവെടുപ്പ് പൂർത്തിയായപ്പോൾ പോലീസിന് വധശ്രമത്തിനുള്ള തെളിവ് കണ്ടെത്താനായില്ല. FIRൽ സൂചിപ്പിച്ച മന്ത്രിയെ ആക്രമിക്കാൻ ഉപയോഗിച്ച ആയുധവും കണ്ടെത്താനായില്ല. ഗൂഢാലോചനയ്ക്കും തെളിവ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. റെയിൽവേ സ്റ്റേഷനിലും കറുത്ത തുണി വാങ്ങിയ വ്യാപാര സ്ഥാപനത്തിലുമാണ് പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. പിന്നാലെ പ്രതികളെ ജയിലിലേക്ക് തന്നെ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇതോടെ വരുന്ന മണിക്കൂറുകൾ ഈ കുട്ടികൾ ജയിൽ മോചിതരാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. ആരോഗ്യമന്ത്രി ആക്രമിച്ചെന്ന പരാതിയിൽ 5 KSU പ്രവർത്തകർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. KSU ജില്ലാ പ്രസിഡന്റ് അടക്കം 5 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. MC അതുൽ, CH മുബാസ്, മുഹമ്മദ് യാസീൻ, അക്ഷയ് മാട്ടൂൽ, ബിദുൽ എന്നിവരായിരുന്നു അറസ്റ്റിലായത്. ഇതിൽ ബിദുൽ എന്ന വിദ്യാർത്ഥിയുടെ വീടിന് നേരെ ബോംബെറിഞ്ഞാണ് CPM പകവീട്ടിയിരിക്കുന്നത്. ഈ വിദ്യാർത്ഥി അടക്കം നിരപരാധിയാണെന്ന് പറയുമ്പോൾ എറിഞ്ഞ ബോംബ് CPM തിരികെ എടുക്കുമോ എന്ന ചോദ്യവും ബാക്കിയാകുന്നുണ്ട്. ഫെബ്രുവരി 25-നായിരുന്നു വീണ ജോർജിന് നേരെ അതിക്രമമുണ്ടായത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചായിരുന്നു സംഭവം. ആക്രമണത്തിൽ മന്ത്രിയുടെ കൈയിനും കഴുത്തിനും പരിക്കേറ്റുവെന്നാണ് CPM അവകാശപ്പെടുന്നത്. പിന്നാലെ മന്ത്രിയെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരുന്നു. അവിടെ നിന്ന് രായ്ക്ക് രാമാനം മന്ത്രി വീട് പിടിച്ചതും നമ്മൾ കണ്ടു. എന്നിട്ടും KSU കുട്ടികൾ ഇപ്പോഴും ജയിലിനുള്ളിൽ കഴിയുകയാണ്. സംഭവത്തിൽ കോൺഗ്രസ് നേതാക്കൾ വ്യാപക വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. മന്ത്രിക്ക് പരിക്കേറ്റിട്ടില്ല എന്നും അഭിനയമാണെന്നുമായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ ആരോപണം. എന്നാൽ മന്ത്രിയെ അപായപ്പെടുത്താനുള്ള കരുതിക്കൂട്ടിയുള്ള നീക്കമെന്നാണ് CPIM നേതാക്കൾ പ്രതികരിച്ചത്. ഈ നാടകമാണ് പൊളിഞ്ഞു വീണത്. CPM തയ്യാറാക്കിയ പൊറാട്ട നാടകത്തിന് തൽക്കാലം തിരശ്ശീല വീണുവെന്നും ചൂണ്ടിക്കാട്ടാം. CPMന്റെയും LDFന്റെയും നാവായി പ്രവർത്തിക്കുന്ന റിപ്പോർട്ടർ ചാനൽ പോലും മന്ത്രിയെ എടുത്ത് അലക്കുന്നതും കാണാൻ സാധിച്ചു. ഇതോടെയാണ് മന്ത്രി ആശുപത്രിവാസം വിട്ട് വീട് പിടിച്ചത്. എല്ലാവരും ഉറക്കമാകുമെന്ന ചിന്തയിൽ വെള്ളിയാഴ്ച പുലർച്ചെ 4 മണിയോടെയാണ് പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങി വീണ കണ്ണൂർ വിട്ടത്. മന്ത്രിക്ക് അടിയന്തര ശസ്ത്രക്രിയ വേണ്ട സാഹചര്യം ഇപ്പോഴില്ലെന്ന് കഴിഞ്ഞ ദിവസം മെഡിക്കൽ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. മന്ത്രിക്ക് കഴുത്തിലേറ്റ ക്ഷതത്തിന്റെ ഭാഗമായി വലത് കൈയിലേക്കും തലയുടെ പിൻഭാഗത്തേക്കും പടരുന്ന വിധത്തിലുള്ള കടുത്ത വേദനയ്ക്ക് നൽകി വരുന്ന ചികിത്സയുടെ പശ്ചാത്തലത്തിലാണ് ബോർഡിന്റെ വിലയിരുത്തൽ എന്നൊക്കെയാണ് CPM പറയുന്നത്. MRI റിപ്പോർട്ട് പ്രകാരം കഴുത്തിലെ കശേരുക്കൾക്കിടയിലുള്ള ഡിസ്കുകൾ 2 ഇടങ്ങളിൽ നാഡീയഗ്രങ്ങളിൽ അമർന്നുള്ള സമ്മർദ്ദം കാരണമാണ് കടുത്ത വേദന അനുഭവപ്പെടുന്നതെന്നാണ് ഡോക്ടർമാർ വ്യക്തമാക്കുന്നത്. ആർക്കും മനസ്സിലാകാത്ത രീതിയിലുള്ള വിശദീകരണമായതുകൊണ്ട് മറിച്ചൊന്നും പറയാനും സാധിക്കില്ല എന്നതായിരിക്കാം മന്ത്രിക്ക് ആശ്വാസം നൽകുന്ന ഘടകം. മന്ത്രി ആശുപത്രി വിട്ടെങ്കിലും കോൺഗ്രസും CPMും തെരുവിലും സൈബറിടത്തിലും പോര് തുടരുന്നുണ്ട്. മന്ത്രിയെ അപായപ്പെടുത്താനുള്ള ആസൂത്രിത അക്രമം എന്നതാണ് CPM വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ കള്ളപ്രചാരണവും കപടനാടകവും എന്ന കോൺഗ്രസിന്റെ ആരോപണം ശരിവെക്കുകയാണ് പോലീസ് ചെയ്തിരിക്കുന്നത്.